നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, 2 പത്രോസ് 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ദൈവം നീതിമാനായ ഒരു ന്യായാധിപനാണ് എന്നാണ്. ദൈവഭക്തരെ പരീക്ഷണങ്ങളിൽ നിന്ന് വിടുവിക്കുവാനും അനീതി പ്രവർത്തിക്കുന്നവരെ ശിക്ഷാവിധി വരെ കാരാഗൃഹത്തിൽ സൂക്ഷിക്കുവാനും അവിടുന്ന് ശക്തനാണ്. അവിടുത്തെ നീതിയും കാരുണ്യവും ഒരുപോലെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ തിരുവചനങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ പാപാവസ്ഥയെയും ദൈവത്തിൻ്റെ പരിശുദ്ധിയെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മിൽ പലരും പാപത്തിൻ്റെ വഴികളിലൂടെ ഇന്നും നടക്കുകയല്ലേ? സ്വന്തം ജഡമോഹങ്ങളെ പിന്തുടരുന്നു നാം. ദൈവത്തിൻ്റെ മഹത്വത്തെയും ഭരണത്തെയും നാം നിന്ദിക്കുകയാണ് ഓരോ നിമിഷവും, സക്രാരിയിൽ പോലും. ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് കർത്താവിൻ്റെ ന്യായവിധി ഒഴിവാക്കാനാകില്ല എന്ന തിരുവചനം സൂചിപ്പിക്കുന്നു, നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ട സമയമാണ് ഇപ്പോൾ തന്നെ. ഞാൻ ദൈവത്തിൻ്റെ വഴിയാണോ നടക്കുന്നത്? ലെറ്റ് us റിഫ്ലക്റ്റ്. അതോ എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളാണോ ഞാൻ ഇന്നും പിന്തുടരുന്നത്? am I continuing in my self-righteous path? ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. നമുക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരം ഓരോ ദിവസവും പുതിയ പ്രഭാതം പോലെ നൽകുകയും ചെയ്യുന്നു. ഇന്നും നാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഇന്ന് നാം ഈ വചനം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അനന്തമായ അളക്കാനാവാത്ത സ്നേഹവും കരുണയും ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവാനും നമുക്ക് വീണ്ടും അവിടുന്ന് അവസരം നൽകിയിരിക്കുന്നു. കാരണം അവിടുന്ന് ആരെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യുത എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാനാണ് ദൈവ തിരുമനസ് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾ ക്ഷണികമാണ് സഹോദരങ്ങളെ, എന്നാൽ ദൈവരാജ്യം ശാശ്വതമാണ്. ദാറ്റ്സ് ഇറ്റേണൽ ലൈഫ് ആൻഡ് ഇറ്റ് കോൾസ് ഓൾ ഓഫ് us, each one of us, to experience eternal bliss in communion with God the Father. പാപത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുതൽ നേടാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിലൂടെ അവിടുത്തെ ശക്തി സ്വീകരിക്കാം. നീതിയുടെ മാർഗം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ പ്രിയ മക്കളായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.